A warm good morning to one and all. It's my privilege to welcome you all to this program, Let Us Live Drugs-Free, Sensitization of Youth Against Drug Abuse, conducted by MES Dental College. First of all, I would like to introduce respected dignitaries on the dais. Our Honorable Chief Guest, Mr. Rishi Raj Singh, Sir, I.P.S, retired DGP. Mr. K.K. Kunjimuddin, Treasurer, MES and Convener, MES Dental College. Dr. Girish Raj, Dean, MES Medical College. Dr. Firoz Muhammad, Deputy Registrar, MES Dental College. Dr. Abdul Shamim, Principal, MES Dental College. Dr. Samir K.M., Vice Principal and HOD, Department of Periodontics. Dr. Sabin Siddiq, HOD, Department of Public Health Dentistry. The entire world is facing the menace of drug addiction and has a devastating impact on the addict, family, and a large section of society. Through this awareness campaign, we are conveying our crucial role in refraining them from the fatal consumption of drugs and its disastrous effects. Now, I invite Dr. Firoz Muhammad, Deputy Registrar, MES Dental College, for the welcome address. Respected Chief Guest, Rishi Raj Singh Sir, Convener K.K. Kunjimuddin Sir, Girish Sir, Shamim, Sabin, Samir. ഈ മനോഹരമായ ഭൂമിയിൽ ഒരു ദിവസം കൂടി എനിക്ക് തന്നതിന് ജഗദീശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി സ്വബോധത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ നാം ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ബോധത്തെ കെടുത്തുന്ന, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ തലച്ചോറിൻ്റെ നിയന്ത്രണം എനിക്ക് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അതാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു വിപത്ത്. നാം തലച്ചോറും മനസ്സും എല്ലാം ഇതിനടിമപ്പെടുത്തുമ്പോൾ, പണയം വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തിരിച്ചറിവുകളില്ലാവുന്നു. അമ്മ പെങ്ങന്മാരെ കയറി പിടിക്കുന്നു. വളർത്തി വലുതാക്കിയ അച്ഛനെ, അമ്മയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. പാഞ്ഞടുക്കുന്ന ട്രെയിനിൻ്റെ മുമ്പിലും ബസ്സിന് മുമ്പിലും സൂപ്പർ ഹീറോ എന്നോണം ചാടി തലയടിച്ച് മരിച്ചു വീഴുന്നു. അപ്പോൾ നമ്മുടെ നിയന്ത്രണം മറ്റ് ഒന്നിലേക്കായി മാറാൻ വേണ്ടി നാം ഇൻഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നൊരു സാധനം, 1,00,000 കോടി രൂപയുടെ ലഹരി മരുന്ന് വ്യാപാരമാണ് ഇന്ത്യയുടെ തീരപ്രദേശത്ത് നടക്കുന്നത്. അതിൽ 10% മാത്രമാണ് പിടിക്കപ്പെടുന്നത്. ബാക്കി 90% നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി ബോയ്സിൻ്റെ രൂപത്തിൽ, നമ്മുടെ തൊട്ടടുത്ത പെട്ടിക്കടക്കാരൻ ചേട്ടൻ്റെ രൂപത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ രൂപത്തിൽ ഇതെല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇവിടെ മഹത് വ്യക്തികളുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി എനിക്ക് സ്വാഗതം അരുളേണ്ടത് ഋഷി രാജ് സിംഗ് സാറിനോടാണ്. IPS എന്ന പദവിക്ക് ഒരു നട്ടെല്ലുണ്ടെന്ന് ഈ കേരള ജനതയ്ക്ക് മുമ്പിൽ കാണിച്ച വ്യക്തിത്വം, അത്
IPSൻ്റെ ഐ പോലെ നിവർന്നു നിൽക്കുന്ന നട്ടലാണ്, മറിച്ച് എസ് പോലെ വളയുന്ന നട്ടലല്ല എന്ന് കാണിച്ച വ്യക്തിത്വം. കേരളത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കേരളത്തിൻ്റെ മണ്ണിലേക്ക് കുടിയേറി ഇവിടുത്തെ മാനസപുത്രനായ സർ, അദ്ദേഹം 35 വർഷം സർവീസിലിരുന്നു, 31 ട്രാൻസ്ഫറുകൾ വാങ്ങിച്ചു. എന്തിനാണെന്നറിയാമോ? ഈ പോരാട്ടം നടത്തിയതിന്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പോരാട്ടമായിരുന്നു. KSEBയിൽ ഇരുന്നപ്പോൾ 756 കോടി രൂപ ഖജനാവിലേക്ക് കെട്ടി, വൈദ്യുതി മോഷ്ടിച്ചതിന് പിഴ അടപ്പിച്ച്. ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്നപ്പോൾ സീറ്റ് ബെൽറ്റും ഹെൽമറ്റും നിർബന്ധമാക്കി ആയിരങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അതുപോലെ ഓരോരോ പദവികൾ മൂന്നാറിൽ ഭൂമാഫിയായും റിസോർട്ട് മാഫിയായുമായി ഏറ്റുമുട്ടി. എക്സൈസ് കമ്മീഷണറായിരുന്നു, പോലീസിലിരുന്നപ്പോൾ ലുങ്കിയും ടീഷർട്ടും തലയിൽ കെട്ടും കെട്ടി റെയ്ഡിനിറങ്ങി. ഇതെല്ലാം നാം നേരിട്ട് കണ്ടതാണ്. അതെ, നമ്മുടെ സൂപ്പർ ഹീറോ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും ബഹുമാനത്തോടു കൂടി സർ, അങ്ങേ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഡെൻ്റൽ കോളേജിൻ്റെ കൺവീനർ KK കുഞ്ഞുമൊയ്തീൻ സാറിനെയാണ്. എല്ലാ ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീം, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇനി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ബഹുമാന്യനായ ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് ഡോക്ടർ സമീർ വൈസ് പ്രിൻസിപ്പൽ, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സബിൻ HOD, നമ്മുടെ ഈ കാര്യത്തിനെല്ലാം ഓടി നടന്ന സബിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും തന്നെയാണ്. എല്ലാവരെയും സഹർഷം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Firoz sir, for the welcome address. Now, for the introductory speech, I would like to welcome Mr. KK Kunyamoideen, Treasurer MES and Convener MES Dental College. Good morning to everybody. Good morning. Respected Chief Guests, today's program, Sri Rishi Raj Singh I.P.S, നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീം, മെഡിക്കൽ കോളേജ് ഡീൻ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ഫിറോസ്, വൈസ് പ്രിൻസിപ്പൽ സമീർ, കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് HOD ഡോക്ടർ സബിൻ സിദ്ദീഖ്, മറ്റ് നമ്മുടെ കോളേജിലെ വിവിധ HODമാരെ, വിവിധ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഋഷിരാജ് സിംഗിൻ്റെ സാറിൻ്റെ ക്ലാസ് കേൾക്കാനാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പറ്റി അധികം ഒന്നും പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫിറോസ് ചുരുങ്ങിയ വാക്കുകളിൽ വളരെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 35 വർഷത്തെ സേവനം ചുരുങ്ങിയ ഭാഷയിൽ വരച്ചു കാട്ടി. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. വലിയൊരു സാമൂഹ്യ ദൗത്യമാണ് ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുസമൂഹവും ഏറ്റെടുത്തിരിക്കുന്നത്. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ലഹരിക്കെതിരെയുള്ള നിതാന്തമായ നിരന്തരമായ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഡെൻ്റൽ കോളേജും ഇന്നൊരു ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഋഷിരാജ് സിംഗ് സാർ പോകുമെന്നുള്ളത് കൊണ്ട് അത് കടക്കുന്നില്ല. MESനെ പറ്റി ചെറിയ വാക്കിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഏതാണ്ട് 59 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് MES. മുസ്ലിങ്ങളുടെ മാത്രമല്ല, പിന്നോക്ക സമുദായങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക പുരോഗതി MESൻ്റെ ലക്ഷ്യമാണ്. ഏതാണ്ട് 150ഓളം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ
നടത്തുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് MES. നമ്മുടെ MESൻ്റെ ഏറ്റവും അഭിമാന സ്ഥാപനം എന്ന് പറയാവുന്നത് നമ്മുടെ ഈ മെഡിക്കൽ കോളേജും ഡെൻ്റൽ കോളേജും നഴ്സിംഗ് കോളേജും ഒക്കെ ഉൾപ്പെടുന്ന ഈ സമുച്ചയം തന്നെയാണ്. ഏതാണ്ട് 32 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 50ഓളം CBSE സ്കൂളുകൾ, എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു പുരോഗതി കൈവരിക്കാൻ MESന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ നാട്ടിലെ സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നിരന്തരമായ പ്രവർത്തനം നടത്തുന്നൊരു പ്രസ്ഥാനമാണ് MES ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ജമാൽ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഏതാണ്ട് 1.25 ലക്ഷം വിദ്യാർത്ഥികൾ നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. 25,000-ലധികം അധ്യാപക അനധ്യാപക ജീവനക്കാർ നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ജാതി മത ചിന്തകൾക്കതീതമായി പുതിയൊരു സംസ്കാരം വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് എപ്പോഴും MES മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ മാത്രം വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയല്ല MESൻ്റെ എക്കാലത്തെയും ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അനുഭവവേദ്യമാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ചില പ്രദേശങ്ങളിൽ കൂടി 2-3 കോളേജുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ഒരു പിന്നോക്ക പ്രദേശമായ ചാത്തന്നൂരിൽ, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് പല്ലാരിമംഗലത്ത്, തിരൂർ താലൂക്കിലെ തിരുനാവായിൽ, അങ്ങനെ 3 സ്ഥലത്ത് കൂടി പുതിയ 3 കോളേജുകൾ MESന് ലഭിച്ച വിവരം നിങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ MESൻ്റെ വളർച്ചയിലും പുരോഗതിയിലും നിങ്ങളുടെയൊക്കെ ഒരു അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് MESൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളും ഈ സംഘടനയോടൊപ്പം തന്നെ തുടർന്നും ഉണ്ടാകണം. നിങ്ങളുടെ വിദ്യാർത്ഥികൾ അവരുടെ പഠിപ്പ് പൂർത്തിയാക്കിയാലും അലുമിനിയുടെ ഭാഗമായി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഞങ്ങളോടൊപ്പം നമുക്ക് തോളോട് തോൾ ചേർന്ന് ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Honorable Chief Guest, Mr. Rishi Raj Singh I.P.S. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിൽ ഇരിക്കുന്ന ഈ ഭവ്യമായ കോളേജിൻ്റെ ഡോക്ടേഴ്സ്, ഈ ചടങ്ങിൻ്റെ ഭാരവാഹികൾ, ഏറ്റവും പ്രിയപ്പെട്ട ഡെൻ്റൽ കോളേജ് സ്റ്റുഡൻസ്, ഇവിടെ നമ്മുടെ ഏകദേശം 40 ദിവസം മുമ്പ് ഗവൺമെൻറ് ഓഫ് കേരള ലഹരിക്കെതിരായിട്ട് കുറേ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ലഹരിക്കെതിരായിട്ട് ഒരു സെക്ഷനെങ്കിലും ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്നത്തെ ഈ സെഷനിൻ്റെ നമ്മുടെ ഈ ചടങ്ങിൽ നാം ഇരിക്കുന്നത്. ആദ്യമായിട്ട് ഐ വുഡ് ലൈക്ക് ടു എനിക്ക് MESൻ്റെ മാനേജ്മെൻറ്റിനോട് എനിക്ക് ആശംസകൾ പറയാനുണ്ട്. കാരണം ഒരു ചെറിയ സംസ്ഥാനത്തിൽ 140ഓളം കോളേജുകൾ, സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ഡെൻ്റൽ കോളേജ്, മെഡിക്കൽ കോളേജുകൾ നടത്തുക എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തിലും ഇതുപോലുള്ള ഒരു
നാട്ടുകാർക്ക് വേണ്ടി ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയാലും സ്കൂൾ എഡ്യൂക്കേഷൻ ആയാലും കോളേജ് എഡ്യൂക്കേഷൻ ആയാലും ഈ രീതിയിൽ വേറെ ഒരു സംസ്ഥാനത്തിലും ഏർപ്പാട് ആയില്ല. അത് പറയാൻ എനിക്ക് MES കോളേജിനോട് നന്ദിയുള്ളൂ. 35 aided, unaided school colleges, nearly 105 schools, colleges. MESൽ ഞാൻ നിരന്തരമായ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ പോകാറുണ്ട്. I was talking to the Dean, ശ്രീ ഗഫൂർ. അദ്ദേഹത്തിൻ്റെ മകനെയും ഞാൻ കൊല്ലത്തിൽ ഒരു ഫംഗ്ഷനിൽ അദ്ദേഹം ഡോക്ടർ റഹീം ഉണ്ടായിരുന്നു. I am reading the book also, which is very interesting, which is compiled by Shri Gafur. You should also read it. ഇനിയും അടുത്തത് ഡോക്ടേഴ്സ്. എൻ്റെ വീട്ടിലും മിക്കവാറും ഒന്നുമില്ലെങ്കിൽ എല്ലാ ആളുകൾ പോലീസ് സേനയിലായിരുന്നു, ഇല്ലെങ്കിൽ 3 ആളെങ്കിലും ഡോക്ടറായിരുന്നു. എൻ്റെ സഹോദരി ഡോക്ടറാണ്. അപ്പോൾ ചില ഡോക്ടേഴ്സ് ഒരു ജോക്ക് നമ്മുടെ ഇവിടെ പറയാം. നിങ്ങൾ ഈ പ്രൊഫഷണൽ എന്തിന് എടുത്തിരിക്കുന്നത് നിന്നോട് ചോദിച്ചാൽ അതിന് ഒരു മറുപടി ഉണ്ട്. വൈ യു ഹാവ് ബിക്കം എ ഡെൻറ്റൽ ഡോക്ടർ. നിനക്ക് ഒരു കണ്ണ് ഡോക്ടറോ ഇല്ലെങ്കിൽ ഒരു ENT ഡോക്ടറോ ഒക്കെ ആകാമായിരുന്നല്ലോ. പക്ഷേ ഒരു ഡെൻറ്റൽ ഡോക്ടർ എനിക്ക് ഒരു രഹസ്യം പറഞ്ഞു. കേസ് അതിന് ഞാൻ ഡെൻറ്റൽ ഡോക്ടറായത് ആ കാര്യം മാത്രം നോക്കിയിട്ടാണ്. അതെന്താണ് കേസർ? കണ്ണാണെങ്കിൽ, ചെവിയാണെങ്കിൽ, നാക്കാണെങ്കിൽ, മൂക്കാണെങ്കിൽ 1-2 ഉള്ളൂ. പല്ലുകളെല്ലാം 32 ഉണ്ട്. ഏതൊരു സമയം ഒരു പല്ല് കേടായി ഇരിക്കുമെന്ന് സംശയമില്ല. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണോ ഡോക്ടറായത്? ഇനിയും ആയില്ല. ഐ തിങ്ക് ദേ ഹാവ് ടു ഡു മാസ്റ്റേഴ്സ് ഓൾസോ. എം ഐ റൈറ്റ്? MDS നീട്ട് വഴി? യെസ്. ഇതുമായി ഇനിയും കുറേ പോകണം. തമാശ ആണെങ്കിലും ഒരു ഡോക്ടർമാരെ സംബന്ധിച്ച് ഒരു ഖേദപരമായ ഒരു കാര്യം ഞാൻ ഇവിടെ അറിയിക്കാം. ടോൾഡ് ബൈ നൺ അതർ ദാൻ എ വെരി സീനിയർ ഡോക്ടർ ഇൻ ബിക്കാനേർ. ഋഷി രാജ് സിംഗ് ഈ 10 വർഷം ശേഷമോ 15 വർഷം ശേഷം ആരും ഡോക്ടർ ആവില്ല. ഞാൻ പറഞ്ഞു, എന്താ സാർ എങ്ങനെ പറഞ്ഞത്? ഇവിടെ MBBS ഈ ഇന്ത്യ രാജ്യത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഡോക്ടർമാരുടെ ഗതികേട്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അത് ഇസ് എ സീരിയസ് മാറ്റർ. ഇവിടെ ആദ്യത്തെ ആ MBBSന് വേണ്ടി ഞങ്ങൾ ഈ നീട്ട് പരീക്ഷ, ഇപ്പം നീട്ടൊക്കെ വന്നു, നേരത്തെ PMT ആയിരുന്നു. അതിനു വേണ്ടി കുറേ 1-2 വർഷം അതിനു വേണ്ടി പഠിക്കണം. 2 years. സെലക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, 5 years. ഇപ്പോൾ MBBS എന്ന് പറയുന്നത് വെറും MBBSന് ഒരു വിലയില്ലെന്നാണ് പറയുന്നത്. പിന്നെയും എഴുതണം ഒരു പരീക്ഷ, ഒരു നീട്ട് ചെയ്യുക, നീട്ട് MD MS ഒക്കെ ചെയ്യുക. 2 more years. 9 വർഷം കഴിഞ്ഞു, തീർന്നില്ല. ഇപ്പോൾ അവർ സൂപ്പർ സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ട് ഒരു സാധനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ സാർ? സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യാൻ 2-3 വർഷം പോയി. അങ്ങനെ ചെയ്ത ശേഷം ഒരു ഡിപ്ലോമവും അവിടെ കിടപ്പുണ്ട്. ഐ തിങ്ക് all physicians in Rajasthan, now all physicians have become heart specialists. Then I asked them that how could you become a heart specialist? I think there is 1 year course of a diploma by which if you do it, you can become heart specialist. Rajasthanil ആ പരിപാടി കൊണ്ട്. അപ്പോൾ what he says is, ഇത് എല്ലാം ചെയ്തിട്ടും 14 വർഷം ഇതെല്ലാം മിനക്കെട്ടിട്ട് ശേഷവും ഒരു സർക്കാർ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന സംശയം ഇനിയും നമ്മൾ ഇരിക്കൊണ്ടിരിക്കുന്നു. ഹൗ കറക്റ്റ്? ശരിയല്ലേ സർ? After 14 years, there is no guarantee that you will be posted in any government hospital or in any government medical college. ഒരു ഡോക്ടറിൻ്റെ വിചാരങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ
അമേരിക്കയിലൊക്കെ പോയാൽ ഐ ഹാവ് സീൻ അമേരിക്കൻ ഡോക്ടേഴ്സ്. കാനഡയിൽ ഞാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ അമേരിക്ക ഇല്ലെങ്കിൽ കാനഡയിൽ പോയാൽ മതി. അവിടെ പോയ ശേഷം അവർക്ക് ഡോക്ടർ പണി ചെയ്യാൻ ആ കൺട്രിയിൽ സമ്മതിക്കലില്ല, അൺലെസ് യു ഡു ദെയർ ഓൺ ദാറ്റ് MBBS ടൈപ്പ് ഓഫ് സിസ്റ്റം. സം ഓഫ് ദെം ആർ ഡ്രോയിങ് trucks, some of them are even doing cleanliness job at the airport or so. ചോദിച്ചപ്പോൾ പറയുന്നു ഞങ്ങളുടെ ഡോക്ടറാണ്, നാട്ടിൽ അറിയില്ല, ഐ ആം ഡൂയിങ് എ സ്വീപ്പേഴ്സ് ജോബ് അറ്റ് ദ എയർപോർട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് നമ്മുടെ പ്രൊഫഷനോട് ഒരു ബഹുമാനം ഉണ്ടാവണം. ഇന്ത്യയിലും ഒരു ഡോക്ടറായാലും ജോലി ചെയ്യാൻ എന്താ കുറവ്? ഇൻഫാക്ട് ദർ ആർ വെരി ലെസ് ഡോക്ടേഴ്സ് ഇൻ ഇന്ത്യ. How many doctors are there in government sector in India? ചോദിച്ചാൽ, do you know the answer? You will be shocked to know. Any guess? Please stand up and say. Pardon? Guess. Okay. How many government doctors are there in government field in India? No answer? Only 12 lakhs. 140 കോടി ജനങ്ങളെ ചികിത്സിപ്പിക്കാൻ വേണ്ടി ഒരു 12 ലക്ഷം ഡോക്ടർ മാത്രമേ ഉള്ളൂ ആസ് ഫോർ ആസ് ഗവൺമെൻറ് ഫീൽഡ് ഈസ് കൺസേൺഡ്. ദാറ്റ് വിൽ കം അറൗണ്ട് നിയർലി 1 ഡോക്ടർ ഫോർ നിയർലി 10,000 പീപ്പിൾ, ഓൾമോസ്റ്റ് 8,000 പീപ്പിൾ. നമ്മുടെ നാട്ടുകാർ ഒരു ഡോക്ടർ ഇല്ലാതെ ഇങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം in this new government of India's the government of India's decision to have a medical college in every district, it should be the government should be congratulated for that. കേരളത്തിൽ മാത്രമേ ഉള്ളൂ 21 മെഡിക്കൽ കോളേജുകൾ, റൈറ്റ്? രാജസ്ഥാനിലെ 9 കോടി ജനങ്ങൾ താമസിക്കുന്ന രാജസ്ഥാനിലെ ആകെ 9 മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ so far. Nobody thinks in the term of infrastructure in the health or in medical science. കേരളത്തിലെ കുറേ ആശുപത്രികൾ ഇവിടുത്തെ ഹെൽത്ത് ലെവൽ they are better than America and Europe. Mortality rate of a mother or mortality rate of a child is far better than USA. അത് അറിഞ്ഞോ? 10,000, റൈറ്റ്? 10,000 കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നാണ്. ദാറ്റ് ഈസ് ഒരു മാനദണ്ഡമാണ് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ നില നമ്മൾ മനസ്സിലാക്കാൻ. ഇറ്റ് ഈസ് അറൗണ്ട് 10 or 11 ഓൺലി. ഇറ്റ് ഈസ് more than this, more children die in America. We are at par with England and France. Only Kerala. Minus Kerala, the Indian general figure is 38. അപ്പോൾ നമ്മൾ ചെയ്തു. കേരളത്തിൽ മാത്രമേ വികസനം ഉണ്ടായുള്ളൂ. 5,000 ആശുപത്രികൾ കേരളത്തിലുണ്ട്. 2,700 പ്രൈവറ്റ് ആശുപത്രികൾ, 2,300 ഗവൺമെൻറ് ആശുപത്രികൾ. എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൽ 100 കിലോമീറ്റർ ബൈ 100 കിലോമീറ്ററിലെ ഒരു ഡിസ്പെൻസറി പോലെ ഇന്നും ഇല്ല എന്ന് പറഞ്ഞാൽ you may not even believe. അപ്പോൾ we have done well. സോ ഇവിടെ ഈ കുറേ ആളുകൾ പറയുന്നുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് വന്നാൽ സ്റ്റാഫ് എവിടെ നിന്ന് വരും? സ്റ്റാഫ് വിൽ കം, ഡോക്ടേഴ്സ് വിൽ കം. നീറ്റിൽ മെഡിക്കൽ സീറ്റുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി ഐ വാസ് റീഡിങ് ഇറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലൗഡ് 100 more സീറ്റ്സ്, റൈറ്റ്? അത് വന്നോളും. ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിക്കോട്ടെ, ഡോക്ടേഴ്സ് വിൽ കം. പക്ഷേ ലെറ്റ് മി ടെൽ യു, സിൻസ് മോസ്റ്റ് ഓഫ് യു ആർ ഫ്രോം ദിസ് പ്ലേസ്, outside India the health condition is nowhere near what we see in Kerala. Okay, നമ്മുടെ മെയിൻ വിഷയത്തിൽ സംസാരിച്ചാൽ ഡ്രഗ്സിൻ്റെ കാര്യം ഐ വിൽ ബി സ്പീക്കിംഗ്. സിൻസ് യു നോ അബൌട്ട് ഡ്രഗ്സ് മോർ ദാൻ ദ കോമൺ പീപ്പിൾ, പക്ഷെ താങ്കളുടെ ഡോക്ടറാണെങ്കിലും താങ്കൾക്ക് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഇത് ദുർഭാഗ്യം പറയട്ടെ,
എക്സൈസ് കമ്മീഷണറായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ചില ഫാക്ട്സ് ഞാൻ അറിഞ്ഞത് അത് അത്രയും സുഖകരമായ കാര്യങ്ങളല്ല. When we started finding out what was the rate of drug prevalence in the hostels, 3 വർഷം എക്സൈസ് കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോൾ ഹോസ്റ്റൽസിൽ നിന്ന് ഈ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വി ഫൗണ്ട് ഔട്ട് 3 places. നടക്കുന്ന ക്ലാസ്, സ്കൂളായാലും കോളേജായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇൻ ദ റണ്ണിങ് ക്ലാസ്. ടീച്ചർ അവിടെ നിൽക്കുന്നു, കുട്ടി അവിടെ ഇരിക്കുന്നു. ആ സമയത്തിലാണ് അവർക്ക് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അവർ ഉപയോഗിക്കുക. സെക്കൻഡ് ഈസ് ടോയ്ലറ്റ്സ്, അത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ്. തേർഡ് ഈസ് ഹോസ്റ്റൽസ്. And I found even medical hostels, some of them full of use of drugs. ഞങ്ങളൊക്കെ കയറാൻ ശ്രമിക്കുമ്പോൾ റെസിസ്റ്റൻസ് വരെ ഉണ്ടായിരുന്നു. സാറുമാരോട് പറയണ്ട. I wrote a letter to all the managements of Kerala, whether the medical, academic, college, school. തങ്ങൾക്ക് ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ, അതായത് എക്സൈസുകാർ വന്ന് തങ്ങളുടെ ഹോസ്റ്റലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഒരു കത്ത് ഇവിടെ അന്ന് ഒരു കത്ത് MESയുടെ നമ്മുടെ MESൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലും വന്നായിരിക്കും. എവറിബഡി റിഫ്യൂസ്ഡ്. സാർ, എക്സൈസുകാർ ഞങ്ങളുടെ ഹോസ്റ്റലോ ഞങ്ങളുടെ കോളേജ് സ്റ്റുഡൻറ്റ് അങ്ങോട്ട് വരേണ്ട. TKM college was the only management. I still remember, yes sir, you may come and you can see our hostels. ഞങ്ങൾ അവിടെ പോയി, അവരുടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഹോസ്റ്റൽ വാർഡൻ ഉണ്ടായിരുന്നു, പോയി നോക്കി. കിട്ടിയൊന്നുമില്ല, സാധനം കിട്ടിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഒരു ചെറിയ പേടി അവർക്ക് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. Your hostels are almost a den of drug consumption. Most of the places. I'm not saying about this institution. അത് നമ്മൾ അപ്പോൾ കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയില്ല, അതുകൊണ്ടാണ് ഡ്രഗ്സ് കഴിക്കുന്നത്. ആ വാദം ഇവിടെ പൊളിഞ്ഞല്ലോ. ഡോക്ടർമാരുടെ അറിയാത്ത ഒന്നുമില്ലല്ലോ. They know it, still they use it. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉപയോഗമോ ഹോസ്റ്റലിലോ ഇല്ലെങ്കിൽ നടക്കുന്ന ക്ലാസ്സിലോ ടോയ്ലറ്റിലോ ഒക്കെ ആദ്യത്തെ ഉണ്ടാക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നമ്പർ 1. സെക്കൻഡ് ഈസ്, ഇതിൻ്റെ ഡെഫിനേഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. പണ്ട് പോലെ കഞ്ചാവോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഈ വയസ്സുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ +1 +2 ഉള്ള കുട്ടികൾ ഇപ്പോൾ കഴിക്കുന്നില്ല. കഞ്ചാവ് അവർക്ക് വേണ്ടി ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട്. കുട്ടികൾക്ക് കഞ്ചാവ് അതൊന്നും വേണ്ട. ഇതിനേക്കാളും മാരകമായ വളരെ കൂടുതൽ ടേസ്റ്റിലുള്ള സാധനങ്ങൾ അലങ്കരിക്കുന്നു. അത് എന്താണ് യു ഷുഡ് നോ. പുകയില സാധനങ്ങൾ. ദുർഭാഗ്യം പറയട്ടെ, മലബാർ സൈഡിൽ തെക്ക് കേരളത്തിനേക്കാൾ കൂടുതൽ ഇതിന് ഉപയോഗമുണ്ട്. പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ടുക്ക, ഖാനി, ഹാൻസ്, ഇതൊക്കെയാണ്. നിങ്ങളുടെ ആ പ്രായം കഴിഞ്ഞു. യു ആർ സ്ലൈറ്റ്ലി അറ്റ് എ ഹയർ സൈഡ് ഓഫ് ദ ഏജ്. ബട്ട് ദിസ് വാസ് ദ മോസ്റ്റ് prevalent thing. 10th, 11th, 12th ക്ലാസ്സുകാർക്ക് അവർ പഠിക്കുന്ന സ്കൂൾ കോളേജുകൾക്ക് 100 മീറ്ററിൻ്റെ പരിധിയിൽ എല്ലാ പെട്ടിക്കടകൾ നിങ്ങളും അവിടെ നിന്നാണല്ലോ ഇവിടെ വരെ വന്നത്, അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ആ സാധനങ്ങളാണ് അവർ കഴിക്കുന്നത്. അത് കഴിച്ച് ശീലമാക്കിയ ശേഷമാണ് പിന്നെ ഈ കേട്ടമൈൻ, MDMA, നമ്മുടെ ഹെപ്റ്റമൈൻ, കോഡീൻ, ബെനഡിൻ, ഏത് സാധാരണ ഉപയോഗിക്കുന്ന കുറേ ലഹരി വസ്തുക്കൾ, സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിനും കുട്ടികൾ ഇപ്പോൾ ലഹരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ്? ഒരു ക്യാൻസർ രോഗത്തിൽ ഇല്ലെങ്കിൽ ഉറക്കം വരുന്നില്ല എങ്ങനെയുള്ള ഒരു രോഗത്തിൽ നന്നായിട്ട് ജലദോഷം മാറ്റാനുള്ള 18 വയസ്സിന് താഴെ ഇവിടെ ആരും ഇല്ലല്ലോ. അത് നമുക്ക് സംസാരിക്കാം. ഇത് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ.
ബെനാഡ്രിൽ, യു നോ ഇറ്റ്, വാട്ട് ഈസ് ഇറ്റ്? ബെനാഡ്രിൽ, കോഡീൻ പോലെയുള്ള സാമാന്യ രീതിയിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം എങ്ങനെ ഡ്രഗായിട്ട് മാറുന്നു? ക്യാൻ എനിബഡി ക്യാൻ എക്സ്പ്ലെയിൻ? എനിബഡി? അതായത് ബെനാഡ്രിലിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രം പറയാം. ഒറ്റ ഉദാഹരണം. ബെനാഡ്രിൽ ഒരു ചെറിയ കുട്ടിക്ക് ഒരു പനി ഉണ്ടാവുന്നു, ജലദോഷം ഉണ്ടാവുന്നു, 1-2 ഡ്രോപ്പ് കൊടുക്കുന്നു, കുട്ടിക്ക് അത് മാറുന്നു. ബെനാഡ്രിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി 50 ഗ്രാം, 50 ഗ്രാമിൻ്റെ ആ കുപ്പിയേ ഉള്ളൂ. 50 ഗ്രാമിൻ്റെ ആ കുപ്പി നമ്മുടെ വിദഗ്ധന്മാർ പറയുന്നത് ഒരു 10 വയസ്സുകാരനോ ഇല്ലെങ്കിൽ 15 വയസ്സുകാരൻ കുട്ടി, ഇയാളുടെ രോഗമൊന്നുമില്ല, ആ ആളിങ്ങനെ കുടിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇത് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ദ ഇഫക്റ്റ് വിച്ച് വിൽ, അതിൻ്റെ ആ ശക്തി ഇയാളുടെ കിട്ടാൻ പോകുന്നത് 30 ml വിസ്കിൻ്റെ പാഗ് ഇയാൾ ഒന്നുമില്ലെങ്കിൽ അത് കഴിക്കുക, ഇല്ലെങ്കിൽ ഈ 50 ഗ്രാമിൻ്റെ ആ കുപ്പി കഴിക്കുക, രണ്ടിൻ്റെ സെയിമാണ്. ദിസ് ഈസ് ദ മിസ്യൂസ് ഓഫ് ഈവൻ ദി അപ്രൂവ്ഡ് മെഡിസിൻസ്. കൊടീൻ ബെനാഡ്രിൽ പഞ്ചാബ്, ഹരിയാനയിലെ ഒന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ബാൻ, കാരണം കുട്ടികൾ അത് മാത്രം കടയിൽ പോയി അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കുടിക്കുക. ഇഫക്റ്റ് ഈസ് സെയിം. ഇയാളുടെ 2 MDA ഗുളി എടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു 50 ഗ്രാമിൻ്റെ ആ ബെനാഡ്രിലിൻ്റെ ആ കുപ്പി കുടിച്ചാൽ ഇഫക്റ്റ് ഈസ് ദ സെയിം. ദാറ്റ് ഈസ് വാട്ട് എക്സ്പേർട്സ് ലൈക്ക് ഡോക്ടേഴ്സ് ലൈക്ക് യു സേ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മെഡിക്കൽ ഷോപ്പുകളിൽ ഒരു കണ്ണ് ഡോക്ടർമാർക്ക് എപ്പോഴും വേണം. ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗുളി കെമിസ്ട്രി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിയമമുണ്ട്. ഒരു 32 ഷോപ്പുകൾ എനിക്ക് പൂട്ടേണ്ടി വന്നു. ബിക്കോസ് ഐ റീഡഡ്, ഞാൻ ഏതോ ഒരു ആളെ എൻ്റെ പോലീസുകാരൻ മഫ്തിയിലോ ഒക്കെ അയക്കുകയായിരുന്നു. ഏതോ ഒരു മാരകമായ ഇതുപോലെയുള്ള ബെനാഡ്രിലോ ഇല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിൽ ഈവൻ വെൻ യു ഓപ്പറേറ്റ് ഓൺ മൈ ടീത്ത് ആർ വെരി ബാഡ്. ഞാൻ എല്ലാ 6 മാസത്തിൽ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരുന്നു. അപ്പോൾ കുറേ വേദന മാറ്റാൻ വേണ്ടി കുറേ ഗുളികൾ നിങ്ങളും നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചെയ്യാറുണ്ടല്ലോ. some of the pain removing drugs, they may be carrying the chemicals, same chemicals by which we make MDMA or ketamine or even amphetamine, right? അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകൾ, യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെദർ താങ്കളുടെ താമസിക്കുന്ന ഏരിയയിലുള്ള മെഡിക്കൽ ഷോപ്പ് ഇങ്ങനെ ചെയ്യാനുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ പോലെ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു റിപ്പോർട്ട് ദാറ്റ് മാറ്റർ. മെഡിക്കൽ ഷോപ്പുകാർ വേറെ ഒരു രീതിയിലും ഒരു കള്ളക്കടത്ത് കാണിക്കുന്നുണ്ട്. അത് സാർമാർ ഒന്ന് അറിഞ്ഞിരിക്കണം. ഡോക്ടർ ഷുഡ് നോ. ചിലപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ സാധാരണ ഈ മെഡിസിൻ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ ഒരു കമ്പനിക്ക് 50,000 കുപ്പികൾ ഉണ്ടാക്കാൻ ഒരു ലൈസൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. വാട്ട് ദേ ഡു, ദേ വിൽ മേക്ക് 1 lakh. അവർ ഉണ്ടാക്കുന്ന സമയത്തിൽ അടുത്ത ആരും ഇല്ലല്ലോ. 50,000 ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് അവർ കടകളിലേക്ക് അയക്കും. ബാക്കി 50,000 ദേ വിൽ സെൽ. ഞാൻ പറഞ്ഞ ഇതുപോലെ രാത്രി കാലങ്ങളിലോ ഇല്ലെങ്കിൽ അവരുടെ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് എസ് ക്ലാസ് സപ്ലൈ കൊടുത്തിട്ടോ ഒക്കെ ഈ രീതിയിൽ ചോദിക്കുന്ന ആളുകളൊക്കെ അവർ കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കും. യു ഷുഡ് നോട്ട് ബി നിങ്ങളുടെ ചില ഡോക്ടർമാരുടെ ഒരു ഐ സി ഇൻ രാജസ്ഥാൻ ആൻഡ് ഓൾ, ഐ റിമെമ്പർ ഡോക്ടേഴ്സ് വിൽ ടെൽ, നിങ്ങൾ ആ കടയിൽ നിന്ന് മാത്രം സാധനം വാങ്ങിയാൽ മതി, ഗുളി വാങ്ങിയാൽ മതി, അങ്ങനെ ഡോക്ടർമാർ പറയാറുണ്ട്. അത് ശരിയായ കാര്യമൊന്നുമില്ല. Then I asked my sister, I said, why do these doctors do? Because the doctor, that chemist will be giving commission to him later. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലും കുറേ ആവശ്യമില്ലാതെ കുറേ തന്ത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഫോർ യുവർ കൺസേൺ ഓൺലി, കെമിസ്റ്റ് കടകളിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ
ഒരു കെമിസ്റ്റുകാരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾ തടയേണ്ടതാണ്. പുകയില സാധനങ്ങൾ കൊണ്ട് താങ്കളുടെ അടുത്ത് ചിലപ്പോൾ രോഗി ഐ തിങ്ക് എവ്രി ഇയർ 2 lakhs 2 ലക്ഷം ഓറൽ ക്യാൻസറുകൾ ഇപ്പോൾ ഇന്ത്യയിൽ കൂടി വരികയാണ്. ഒത്തിരി ഇന്ത്യയിലൊക്കെ പുതിയ തലമുറ എല്ലാം നശിച്ച് കഴിഞ്ഞു. എവ്രിബോഡി ഈസ് ഈറ്റിംഗ് ദിസ് പാൻ പരാഗ് പാൻ മസാല അറ്റ് ഓൾ. പാൻ പരാഗ് പാൻ മസാല ഇവിടെ വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിത്ത് ദ ഫ്രിക്ഷൻ ആ മാംസം മാംസത്തിൽ ഇല്ലാതെ ആവുമ്പോൾ ദെൻ ദിസ് പാൻ മസാല പാനിൽ ഉപയോഗിക്കുന്ന ആ അരക്നട്ട് ഇറ്റ് ഹിറ്റ്സ് ഓൺ ദ ബോൺ ഓഫ് ദി teeth or whatever it is, and that is creating the first sign of your cancer, oral fibrosis. Am I right? The name is correct? Submucal fibrosis. That is the first stage of cancer. It happens with pan parag. That you should tell them. ആദ്യമായിട്ട് വന്ന ആൾ ചിലപ്പോൾ ഉപയോഗിച്ച ആളെങ്കിൽ എങ്ങനെ സംഭവിക്കും സൂക്ഷിക്കണം. യെസ്, ഈ കാര്യങ്ങൾ അത് നമ്മുടെ ഡെൻറ്റൽ ഡോക്ടർമാരുടെ അടുത്തും ചിലപ്പോൾ രോഗികൾ വന്നതാണെങ്കിൽ അത് പറയുക. ദെൻ യു ഹാവ് ടു സീ ഫ്രോം വെയർ ദീസ് തിങ്സ് ചിൽഡ്രൻ ആർ ഗെറ്റിംഗ്. യു വിൽ ബി സർപ്രൈസ്ഡ് ടു നോ ദി മോസ്റ്റ് ഓഫ് ദീസ് തിങ്സ് ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് ഓൺലൈൻ. ഇപ്പോൾ ഓൺലൈനിൽ പോയാൽ എവറിത്തിങ് ഈസ് അവൈലബിൾ ഓൺലൈൻ. ആയുധങ്ങൾ വരെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് വാങ്ങാം. ഡാർക്ക് നെറ്റ് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, ഡാർക്ക് നെറ്റ്. യു ഗോ ദെയർ. ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാനും പോയി അവിടെ. ഇറ്റ് ഈസ് ബീൻ കൺട്രോൾഡ് ബൈ ദി ഇൻ്റലിജൻസ് ഏജൻസീസ് ഓഫ് ഇന്ത്യ. ഞാൻ അവരെ ആദ്യത്തെ പറഞ്ഞു ഞാനത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. കിട്ടാത്ത ഒരു സാധനമില്ല ഈ ലോകത്തിൽ. യു ആസ്ക് ഇറ്റ് ആൻഡ് ദേ വിൽ ഡെലിവർ അറ്റ് യുവർ ഹോം. അവിടെ ആയുധങ്ങൾ ഇവിടെ കൊടുക്കുന്നുള്ള സൈറ്റിൽ ഇത് കേട്ടമൈനോ എംഫെട്ടമൈനോ ഇല്ലെങ്കിൽ ഈ നമ്മുടെ ഈ MDMAയോ എന്ത് ചോദിച്ചാലും ദേ വിൽ ഡെലിവർ ഇറ്റ് അറ്റ് യുവർ ഹോം. ദിസ് ഈസ് ദ വേ ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഡ്രഗ്സ്. കോവിഡ് സമയത്തിൽ നമ്മുടെ കട ഉണ്ടായിരുന്നില്ല, മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ പുറത്ത് പോയിട്ടുമില്ല. എന്നിട്ടും ഇപ്പോൾ സർക്കാർ പറയുന്നത് കോവിഡ് 2020-2021 ലഹരി വസ്തുക്കളുടെ ഉപയോഗം നേരത്തെയുള്ള വർഷങ്ങളെക്കാൾ 2 ഇരട്ടി കൂടിയെന്നാണ് പറയുന്നത്. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദിസ്? ഈ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ എത്തി? ഓൺലൈൻ വഴി. നമ്മളിപ്പോൾ എല്ലാം ഓൺലൈൻ ആക്കിയല്ലോ. ഭക്ഷണം, തുണി, വസ്ത്രങ്ങൾ, ഡെയിലി യൂസുള്ള സാധനങ്ങൾ, എവറിത്തിങ് വി ആർ ഗെറ്റിംഗ്. നമുക്ക് കുട്ടികളെ ഈ കാര്യം മനസ്സിലായി. നമ്മൾ ഇതും ചോദിക്കാം. അവിടെയും പ്രശ്നം തീർന്നിട്ടില്ല. പുതിയ ദ ന്യൂ മോഡസ് ഓപ്പറൻഡി, യു ഷുഡ് നോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. പുതിയ മോഡസ് ഓപ്പറൻഡിന്ന് ഇപ്പോൾ പറയുന്നത്, ചിലപ്പോൾ അമ്മ എന്നോട് പറയും, അമ്മേ ഞാൻ കുറേ പാരാസിറ്റമോൾ വാങ്ങിയിട്ടുണ്ട്. പാവം അമ്മ പറയും, ശരി പാരാസിറ്റമോൾ അമ്മക്ക് അറിയാൻ വലിയ കുഴപ്പമില്ലാതെ കൂടിയാണെന്ന്. ഡോലോ, യു നോ ഈ ഡോലോ, ആർ യു റിക്കമെൻഡിങ് ദിസ് മെഡിസിൻ ഡോലോ എനിമോർ? ഇതൊരു നമ്മളെ കോവിഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഗുളികയല്ലേ. ഇതിന് പിന്നിൽ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. എന്തെങ്കിലും ഈ അഴിമതി നടന്ന അതിന് എന്തെങ്കിലും ഐഡിയ ഇവിടെ ആർക്കും ഉണ്ടോ? ഇവിടെ ഡോലോ കമ്പനിക്കാർ ഡോക്ടർമാരോട് കുറേ പൈസ കൂടുതൽ കൊടുത്തെന്നാണ് പറയുന്നത്. എത്ര ഡോലോ വിട്ടു, എത്ര ഡോലോ കഴിച്ചത് 333 കോടിൻ്റെയാണ്. ചെറിയ വ്യത്യാസം. എങ്ങനെ ഉണ്ട്? ഡോക്ടർമാർ തന്നെ പറഞ്ഞ കാര്യമാണ്.
അപ്പോൾ ഡോലോക്കാർക്ക് കുറേ പൈസ കമ്മീഷൻ്റെ പൈസ കൂടുതൽ കൊടുത്തു. ഇവരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയക്കാർ ഡോലോ 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 333 crores they made the profit out of it. പാരാസിറ്റമോൾ പാവങ്ങൾ അവർക്ക് 33 കിട്ടിയുള്ളൂ, നോട്ട് ഈവൻ 10%. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ കുട്ടി അമ്മ ഞാൻ ഇത് ഞങ്ങൾ പിടിച്ച സംഭവങ്ങളാണ്, തമാശയല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ പാരാസിറ്റമോൾ പറഞ്ഞു. ഈ മഹാനായ കുട്ടി ആ ആളെ നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, കവർ പാരാസിറ്റമോൾ മാത്രം മതി, അകത്ത് MDMA വെച്ചാൽ മതി എന്ന്. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് തങ്ങൾക്ക് സഹോദരിമാർ കാണുമല്ലോ, അല്ലെങ്കിൽ അയൽവാസത്തിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ദീസ് ആർ ദ തിങ്സ് വിച്ച് ഈസ് അറ്റ് പ്രസൻറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി സൊസൈറ്റി. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിയ ഒരു മോളിൽ നിന്ന് ഒരു കാഷ്വൽ ലുക്ക് പോരാ, അകത്ത് എന്താണെന്ന് നോക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. Since there is no one less than 18 years, some more things I can tell. Pizza, burger, അതിന് ഒരു പ്രശ്നമില്ലാതെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ പുതിയ പരിപാടി തുടങ്ങിയിരിക്കുന്നു ബാംഗ്ലൂരിലാണ്. അത് കേരളത്തിന് ഇന്നില്ലെങ്കിൽ നാളെ വന്നോളും. കുറേ പ്രത്യേക ഈ ബർഗർ ഇല്ലെങ്കിൽ നമ്മുടെ ബർഗറോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പാസ്ത ബർഗർ നമ്മൾ സാധാരണ ഓർഡർ കൊടുക്കാനുള്ള കട ഉണ്ടല്ലോ, നേരത്തെ ഒരു ലിങ്ക് വരും. താങ്കൾക്ക് ബർഗറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പിസ്സയുടെ കൂടെ ഒരു ലഹരി വസ്തുവിൻ്റെ ഉപയോഗമാണെങ്കിൽ പുതിയ ഈ 4-5 കടകൾ തങ്ങളുടെ ഏരിയയിൽ വന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ ഇഫ് യു സേ അതിന് ഒരു പേര് അവർ വയ്ക്കും. ആ പേരൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. പേര് ടൈപ്പ് ചെയ്താൽ മൊബൈൽ ഫോണിൽ പോപ്പപ്പായിട്ട് ആ കടകളുടെ പേര് വരും. പുള്ളി അവിടെ ഫോൺ ചെയ്യും. അത് എന്തൊക്കെയാണ് എൻ്റെ പിസ്സയുടെ അകത്ത് ഇതിൻ്റെ MDMA അംശം ചൂർണമൊക്കെ ആക്കി അതോ ആക്കി നിങ്ങളുടെ പൗഡറൊക്കെ ആക്കി നന്നായിട്ട് ഇതിനകത്ത് കലക്കിയാൽ മതി, അയച്ചോളൂ. വീട്ടിലെ അമ്മനോട് മതി, അമ്മ എനിക്ക് പിസ്സ വേണം. ഓ കഴിച്ചോളൂ. പിസ്സയ്ക്ക് അകത്തുകൊണ്ട് എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത് എങ്ങനെ സംശയിക്കാൻ പറ്റും? സോ നൗ യു ഹാവ് നമ്മൾ ഈ ആൾ ഏത് കടയിൽ നിന്നാണ് വാങ്ങിയത് അതും നോക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് ഓൾ ഹാപ്പനിങ്. ആൻഡ് ഇൻ കൊച്ചിയിലൊക്കെ തുടങ്ങിയതാണ് എന്ത് സംശയം. ഇത് പുതിയ ഹൂ ക്യാൻ എക്സ്പ്ലെയിൻ. ലിങ്ക് വരിക, ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്താൽ പോപ്പപ്പായിട്ട് എല്ലാ സാധനങ്ങളും മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അവിടെ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. പിന്നെ പേയ്മെൻറ്റ് ഒരു പ്രശ്നമേ ഇല്ല. ഒരു 100 ഐ ഹാവ് ബ്രോട്ട് എ ബുക്ക് വിച്ച് ഐ ഹാവ് റിട്ടൺ നമ്മുടെ വൈകും മുമ്പ്. ഇതിനകത്ത് ഞാൻ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. പൈസ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പോൾ പൈസ നമ്മുടെ ഫോണിൽ സംസാരിച്ചിട്ട് പൈസ കൊടുക്കാനുള്ള വകുപ്പൊക്കെ വന്നു കഴിഞ്ഞു. പീപ്പിൾ ആർ പേയിങ് ദെയർ മണി ത്രൂ ക്രിപ്റ്റോ കറൻസി. അത് അറിഞ്ഞോ? ക്രിപ്റ്റോ കറൻസി പറഞ്ഞ സാധനം കൊണ്ട് പൈസ കൊടുത്താൽ മതി. അമ്മയുടെ പൈസ വേണ്ട ഇപ്പോൾ ആർക്കും. ക്രിപ്റ്റോ കറൻസി വഴി വന്ന് പല രീതിയിൽ 100ഓളം വഴി നമുക്ക് അവർക്ക് തിരിച്ച് പൈസ കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഇവന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് അവരുടെ ഈവൻ ഇപ്പോൾ നിങ്ങൾ ഓൺലി ഒരു കുട്ടി ഇതിനകത്ത് പട്ടുപോയിന്ന് വിചാരിക്കുക. ഈ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായം ഇനിയും ഈ സമൂഹത്തിന് ഉണ്ടാവുന്നത് ഡോക്ടർമാരിൽ നിന്ന് മാത്രമാണ്. സൈക്കാട്രിസ്റ്റ്, കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകണം ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടു. സൈക്കാട്രിസ്റ്റ് ഹാവ് ആൻറ്റി ഡിപ്രഷൻ, ആൻറ്റി സ്ട്രെസ്സുള്ള ഗുളികൾ വന്നിട്ടുണ്ട്. അത് കൊടുത്തിട്ട് കുട്ടിയെ ചിലപ്പോൾ സ്ട്രെസ് ലെവൽ താഴത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്, യു ഷുഡ് സജസ്റ്റ് പീപ്പിൾ ആസ് എ ഡോക്ടർ. താങ്കളുടെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസ് വന്നാൽ de-addiction centers being run by government. We started 14 de-addiction centers in 14 districts.
ഇത് മലപ്പുറം ജില്ലയിൽ ഇത് നന്നായിട്ട് നടക്കുന്നത് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ എല്ലാ ആളുകളും ഉണ്ട്. ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ വെറും ഈ കുറേ മദ്യം, ഈ നമ്മുടെ ക്രിസ്ത്യൻ മിഷനറീസൊക്കെ കുറേ മദ്യം നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സെൻറ്റർ ഉണ്ടല്ലോ. ദേ ആർ നോട്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ ഒരു ഡെഫിനേഷനുണ്ട്. And the definition is approved by Government of India is Mental Health Act. ഒരു ആക്ട് ഉണ്ട്. Mental Health Act in a definition is this building, provided a building will be called, a place will be called a de-addiction center, provided the following people are there. 1. 24 hours MBBS doctor. 1. Either permanently or in a week 2-3 പ്രാവശ്യം വരാനുള്ള സൈക്കാട്രിസ്റ്റ്. 3 സൈക്കോളജിസ്റ്റ്. 4 സോഷ്യൽ സൈക്കോളജിസ്റ്റ്. 5 മെയിൽ ഡോക്ടേഴ്സ്. 6 ഫീമെയിൽ ഡോക്ടേഴ്സ്. 7 സെക്യൂരിറ്റി. 8 സെപ്പറേറ്റ് ബിൽഡിംഗ്. 9 വിത്ത് ഗേറ്റ് ആൻഡ് പാരാമീറ്റർ വാൾ. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഒരു സെൻറ്റർ ഡി അഡിക്ഷൻ സെൻറ്റർ പറയാൻ പാടുള്ളൂ. I request you can let Mr. Ghafoor know about, he is a doctor, know about that. താങ്കൾ MES ഇത്രയും എഡ്യൂക്കേഷൻ മെഡിക്കൽ സെൻറ്ററുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. let they start at least one de-addiction center. That is the need of the hour in this state. സർക്കാർ ചെയ്യാനുള്ള ചെയ്തു, അതിന് കുറേ പാടുപെട്ടു. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഓൾസോ. ഞങ്ങൾ ഈ 14 സെൻറ്ററുകൾക്ക് വേണ്ടി 10 കോടി രൂപയുടെ ശമ്പളം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇനിയും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഹാസ് സാങ്ഷൻ. പക്ഷേ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ, ഒരു കൊള്ളാവുന്ന ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ടായാൽ എത്രത്തോളം നാട്ടുകാർക്ക് രക്ഷ. ദേ ആർ ഡൂയിങ് വെൽ. 3-4 ലക്ഷം കുട്ടികൾ, മറ്റേ ആളുകൾ കഴിഞ്ഞ 4 വർഷത്തിൽ അവിടെ ചികിത്സ തേടി ശേഷം തിരിച്ച് ഈ ലഹരി വസ്തുക്കളെ ഒക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോയിട്ടുണ്ട്. ജസ്റ്റ് ഇൻ കേസ് യു ഡിഡ്ന്റ് നോ അബൌട്ട് ദീസ് സെൻറ്റേഴ്സ്. നൗ അബൌട്ട് യുവർ പ്രോബ്ലംസ്. അതായത് ഇത് യു ആർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്, റൈറ്റ്? ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ? തേർഡ് ഇയർ? സെക്കൻഡ് ഇയർ ടു ഇൻറ്റേൺ. ഏതായാലും പി ജി ചെയ്യാനുള്ള സ്ട്രെസ് ഇനിയും ബാക്കിയുണ്ട്, റൈറ്റ്? യെസ്, ദാറ്റ്സ് ദ പ്രോബ്ലം. ദർ ഈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ലെവൽ ആസ് വെൽ ആസ് യൂസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. താങ്കൾക്ക് ചിലപ്പോൾ എനിക്ക് നീറ്റിൻ്റെ സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ, പണ്ട് നിങ്ങളുടെ പ്രശ്നമുണ്ടായിരുന്നു A+ ഗ്രേഡ് കിട്ടുമോ ഇല്ലയോ എന്ന്. ഇപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നം അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ A ഗ്രേഡ് മാറി, ഇപ്പോൾ PG, MS or MD? MD എനിക്ക് സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് വലിയ പാടാണ്. 1 lakh, as I understand, 1 lakh students are appearing for NEET Pariksha from Kerala itself. 18 lakhs are appearing from all over India, right? I think PG maybe what? Maybe 50,000? More than that. അപ്പോൾ താങ്കൾക്ക് സ്ട്രെസ് ഉണ്ടായാൽ ചിലപ്പോൾ എനിക്ക് ഈ സ്ട്രെസ് താങ്ങാൻ വയ്യ, എനിക്ക് ഒരു താത്കാലികമായ ഒരു സ്വസ്ഥത ഒന്ന് കിട്ടട്ടെ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ചില കുട്ടികൾ ഈ വയസ്സുള്ള കുട്ടികളും ഇത് ചിലപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ച് കളയും. അത് താങ്കൾക്ക് ചെയ്യാൻ കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. അങ്ങനെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ രോഗിയായിട്ട് പോകുന്നേ ഉള്ളൂ. You know there are 5 stages of the use of drugs. First, തമാശയ്ക്ക് വേണ്ടി കഴിക്കുക, സ്റ്റേജ് നമ്പർ 1. 2, ഇഷ്ടപ്പെട്ടു, ഇനിയും കിട്ടിയ കൊള്ളാം. 2, കുതി കൂടുന്നു, ദാറ്റ് ഇസ് ദ സ്റ്റേജ് നമ്പർ 2. 3, എല്ലാ ദിവസം വേണം. 4, ഏതോ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ വെപ്രാളം, വിഡ്രോവൽ സിംറ്റംസ്, എനിക്ക് കിട്ടണം, പാത്രങ്ങൾ പൊട്ടിക്കുന്നു, ചിലപ്പോൾ അമ്മയെ തള്ളുന്നു. സോ യു ഹാവ് റീച്ച്ഡ് ദാറ്റ് സ്റ്റേജ് നമ്പർ 4. ആൻഡ് ദ 5 ഈസ് ഇനി ഒന്നും ചെയ്യാനില്ല,
ഇയാളുടെ ഒരു പ്രാവശ്യം ഇയാൾ ഗുളി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ മറ്റേയാളെ കൊന്നുകളയും. അപ്പോൾ ഇയാൾ സ്കൂൾ കോളേജിൽ നിന്ന് അവരൊക്കെ അഡ്മിഷൻ അവരൊക്കെ പുറത്ത് കളയും. ആഫ്റ്റർ സം ഡേയ്സ് he or she will be ഇനി മുറിയിലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അവർ മരിക്കും. he or she will die. These are the 5 stages. അപ്പോൾ താങ്കൾക്ക് ഇത് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി, തമാശയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യവും താങ്കൾക്ക് ഇത് ഉപയോഗിക്കേണ്ട അവരുടെ 2 മാർഗങ്ങളുണ്ട്. As an ex-excise officer and as a police officer I can recommend. One is, നിങ്ങൾക്ക് എത്ര പഠനം ഉണ്ടായാലും 24 മണിക്കൂർ നിനക്ക് പഠിക്കാൻ പറ്റൂല. അപ്പോൾ യു ഷുഡ് ടു ബ്രിങ് ഡൗൺ യുവർ സ്ട്രെസ് വിച്ച് വിൽ ബി ദെയർ എനിവേ. 1 മണിക്കൂർ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഹോബി എന്താണെന്ന് നിങ്ങൾ അതിനു വേണ്ടി ചിലവാക്കണം. You may be a musician, you may be a singer, dance, music instrument playing, sports, drawing, painting, whatever it is. Ensure that എത്ര പഠനം ഉണ്ടായാലും എത്ര പരീക്ഷ അടുത്തുണ്ടായാലും 1 മണിക്കൂർ ഞാൻ ഒന്നും ചെയ്യില്ല, ഇത് ഞാൻ ചെയ്യും. You do it and you will find the difference. You will feel far better in your mentally as well as physically. Your stress level will come down. Second is, you have to take care of your health. At present, we are not fit. Your weight, as the government of India, government of Kerala says, 40% of young people, either their weight is more or their weight is less. സാധാരണ കണക്കിന് പറയുന്നത് your weight should be, ideal weight should be your height in centimeter divided by 100. That should be your ideal weight. ഉണ്ടാവുമോ? പെൺകുട്ടികൾക്ക് ഐ സീ ദ കേസ് ഓഫ് മൈ വൈഫ്, മൈ ഡോട്ടർ, അവർക്ക് എപ്പോഴും ഇത് പ്രശ്നമാണ്. അയ്യോ എനിക്ക് വെയിറ്റ് കൂടും, ഇത് ചെറിയ സ്വീറ്റ്സ് കഴിക്കാമോ, അയ്യോ അത് ഞാൻ കഴിക്കില്ല, എൻ്റെ വെയിറ്റ് കൂടും. ദേ ആർ ഓൾറെഡി ഇൻ ദാറ്റ് പ്രോസസ്. അപ്പോൾ മിക്കവാറും പെൺകുട്ടികളുടെ വെയിറ്റ് ഇന്ത്യ രാജ്യത്തിൽ വളരെ കുറവാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. സെക്കൻഡ് ഈസ് യുവർ ഹിമോഗ്ലോബിൻ ലെവൽ. ചെക്ക് ചെയ്ത് നോക്കൂ. ചെക്ക് ചെയ്തായിരുന്നോ? അവസാനത്തെ എപ്പോഴാണ് ചെക്ക് ചെയ്തത്? ചിലപ്പോൾ ജന്മം എടുക്കുമ്പോൾ ആയിരിക്കും, ഇവിടെ എടുത്ത ശേഷം. ആഫ്റ്റർ യുവർ ബർത്ത് ഐ തിങ്ക് യു ഹാവ് നോട്ട് ചെക്ക്ഡ് യുവർ ഹിമോഗ്ലോബിൻ ലെവൽ. ഹാവ് യു? എനിബഡി ഹിയർ? അത് കുറച്ച് കട്ടിയായി പോയി സർ. ദീസ് 2 things അറ്റ്ലീസ്റ്റ് ദിസ് ഈസ് എ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ അടുത്ത 1 ആഴ്ചയിൽ ഒന്ന് പരിശോധിക്കൂ. ടേക്ക് യുവർ വെയ്റ്റ് ആൻഡ് ടേക്ക് യുവർ ദിസ് ഹിമോഗ്ലോബിൻ ലെവൽ. വേറെ ഒന്നുമില്ല. യു വിൽ ബി ഷോക്ക് ടു നോ യുവർ ലെവൽസ് ആർ നോട്ട് നോർമൽ. 13 ഫോർ ബോയ്സ്, 11 ഫോർ ഗേൾസ്. 92% കുട്ടികൾക്ക് ഇല്ലാന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് ഇന്ത്യയിൽ. സോ ദെൻ ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്? ഇപ്പോൾ തന്നെ ഈ പ്രായത്തിലും നിങ്ങൾ ഇതൊക്കെ ഈ പാരാമീറ്റേഴ്സ് ശരിയായില്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ, ഹൗ ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 10 years? അത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി 1 മണിക്കൂർ ഹോബീൻ്റെ കാര്യം പറഞ്ഞു. 1 മണിക്കൂർ നമ്മൾക്ക് ജിമ്മിൽ പോകണോ, ഇല്ലെങ്കിൽ ഓട്ടമോ ചാട്ടമോ, ഈവൻ യു ക്യാൻ യൂസ് സൈക്കിൾ അറ്റ്ലീസ്റ്റ് ഇൻ ദ ക്യാമ്പസ്. I went to IIT campus, കാൺപൂർ. അവിടെ ആരും പോയിട്ടുണ്ടോ? അത് പോയി IITയുടെ ഏതൊരു സെൻറ്റർ വെറുതെ പോയി ഒന്ന് കാണേണ്ടതാണ്. ദേ ആർ ബെറ്റർ ദാൻ ഈവൻ അമേരിക്ക. വേറെ ഒന്നുമില്ല, ഒരു ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിൽ എവറി ബോയ് ഓർ ഗേൾ വിൽ ഹാവ് എ സൈക്കിൾ. അവർ സ്കൂളിൽ പോവുക, തിരിച്ച് ഹോസ്റ്റലിൽ വരിക, പിന്നെ ലൈബ്രറിയിൽ പോവുക, സൈക്കിൾ ചവിട്ടിയിട്ട് പോകുന്നു. ദേ മെയിൻറ്റെയിൻ ദംസെൽഫ് ആൻഡ് it gives them more relaxation. IIT പോട്ടെ, ഈ ക്യാമ്പസും അത്ര ചെറിയ ക്യാമ്പസ് ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇൻ ദ ക്യാമ്പസ് ഇറ്റ് സെൽഫ് you should try. That will bring down or that will maintain you. So 1 hour for your hobby and 1 hour for your maintenance. അത് ഒരു ശബ്ദം എടുത്തിട്ട് ചെയ്താൽ ആർക്കും ലഹരിയും വേണ്ട, മൊബൈൽ ഫോണും വേണ്ട, ഒന്നും വേണ്ട.
With these words, I come to an end of my talk. We have spoken all the more of the points I took from as far as since you are a doctor. And the last thing, how a drug is banned, you should know at least. Nobody knows. MDMA ban ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലേ, ketamine ban. Why do government ban a drug? That's my question. What is the answer? അത് ഈ വിഷയമായുള്ള കാര്യമല്ല, ബട്ട് താങ്കൾ ഒരു ഡോക്ടറായിട്ട് നിങ്ങളെ അറിഞ്ഞിരിക്കണമെന്നാണ്, ഇത്രേ ഉള്ളൂ. എനി ആൻസർ? ഡു ഗവൺമെൻറ്റ്സ് ബാൻ ഡ്രഗ്സ്? എനിബഡി? ചോദിക്കാം, ഓർ ഗിവ് എൻ ആൻസർ. യു ക്യാൻ ഗെസ്, ഊഹിക്കാം. ചോദ്യം മനസ്സിലായോ? മനസ്സിലായില്ല? Yes or no? Yes. So then please answer it. Is government banning the drugs or not? They are not banning the drugs. Please try to understand. As a doctor, you should know. Government only bans chemicals, certain chemicals. They have banned so far 48 chemicals till last information. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ കെമിക്കൽ ഏതോ ബാൻ ചെയ്ത കെമിക്കൽ നിന്ന് ആയിരിക്കും ഒരു പക്ഷേ MDA ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ കേട്ടമൈൻ ഉണ്ടാക്കുക. ഈവൻ ദർ വിൽ ബി സം ഓഫ് ദ ഡ്രഗ്സ് വിച്ച് ഹെൽപ്പ് ഡോക്ടേഴ്സ് ഇൻ റിമൂവിങ് ദ പെയിൻ ഫ്രോം ദ ബോഡി, മേ ബി ഇൻ ദ ക്യാൻസർ. മോർഫിൻ ഉപയോഗിക്കണോ ഇല്ലയോ എന്ന് വന്നിട്ട് TV ഒരുപാട് ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. നോ, we should try to understand that morphine അത് ഉണ്ടാക്കിയ morphine കുട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. Let those who are reeling under pain due to cancer അവർ അത് ഉപയോഗിച്ചോട്ടെ. But that morphine is a drug for you if you don't have that problem. മനസ്സിലായോ? അപ്പോൾ ഈ ബാൻ ചെയ്ത കെമിക്കലിൽ നിന്ന് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് കുറേ ഗുളികളൊക്കെ ഉണ്ടാക്കാം. ഈവൻ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം is doing a research whether kanjao, that is marijuana, is helpful. They have found, some doctors have found that marijuana in the treating of some cancer, it is helpful. Okay. അതിന് നമ്മൾ അതിൻ്റെ പേരിന് നാട്ടുകാരന് വേണ്ടി കഞ്ചാവോ അല്ലെങ്കിൽ marijuana അലൗ ചെയ്യാൻ പാടില്ല. അമേരിക്ക കാണിച്ചിരിക്കുന്നതിന് വലിയ തെറ്റാണ്. I have written an article, I will send a copy to you, sir, in Times of India, why ganja or marijuana should not be legalized in India. അപ്പോൾ as a doctor മാത്രമേ പറഞ്ഞിട്ടേ ഉള്ളൂ, the government always bans only chemicals, not the drugs. And certain drugs may be having those banned chemicals, that is for the medical use, not for the use of general public. Thank you very much. Jai Hind. Now, to hand over the memento to our chief guest, I invite our principal, Dr. Abdul Shamim, sir. Very good afternoon. Our most distinguished guest of today, Rishi Raj Singh sir, convener Kunju Mohammed sir, principal of the Dental College, faculty members and beloved students. To tell you frankly, after listening to the speech by Rishi Raj Singh sir, I have no message for you, because he has delved into all the aspects of what a medicine-based medical student, be it dental or medicine, should be aware of in the present day of drug menace.
All those points were very relevant, sir, and I wish to thank you on a personal behalf for the excellent talk you delivered and information. You are a bundle of information, and we really want to be associated with you. The Muslim Educational Society and its institutions, we understand our commitment and responsibility to the society of students, and I'm sure that you will be there to guide us in all our activities. For your information, the Kerala University of Health Sciences has deliberated this issue of drug menace, and we have all are having committees in each institutions, and we all have what is called as a student support guidance cell, and each institution is also having anti-drug group, Nirakkuta it is called, and we are functioning very actively in the colleges. We monitor the hostels also. We send teams of faculty members who go. The associations in amongst the students, with the help of the Muslim Educational Society Youth Wing especially, conducts regular programs in all the institutions to bring about an awareness of drugs. And we also, as you rightly said, sir, we try to reduce the stress for the students in academics. Now, we have a different system of academics. I'm not very sure about the dental students, but in medicine, we have something what is called as a competency-based medical educations, where there are no numerical marks to qualify them to write the exam. So they do their own work, critical thinking, journal writing, and more added to it. I'm also happy to tell you that the sports teams, especially the girls teams in these institutions, they all do very well. We have a very strong Coco team. So, as you rightly pointed out, we have to have some de-stress facilities. And we are following those guidelines as envisaged by you. Because whenever we get as principals letters from the excise commissioner, it is your picture which comes into our mind. So definitely, sir, we as teachers, we do have a responsibility, and I can promise you that all our faculty members here are all committed to see that we maintain a drug-free campus. And dear students, it is an honor to have people of his repute here, Rishi Raj Singh sir's repute. So let us carry on the message and let us save our society, because the youth is the power of any nation. If a youth are not rising up to the occasion, the nation will fail. And let's all join hands today and let us reaffirm that we will all fight this drug menace, and we will have a state and a country which is free of menace. I thank the principal for inviting me on this occasion. Wish you all the best. Thank you. For the pledge. First of all, I would request all of you to stand up for the pledge and raise your right hand. And raise your right hand as well. We realize that drug abuse is increasing in our country, especially among the youth, and this is a matter of concern. We pledge that we will cooperate in stopping the drug abuse, and we promise that we will not consume any harmful or illegal drugs in any way or for any purpose. Today we pledge that we will stay away from drugs and live a healthy life. Thank you. അടുത്തതായി ഋഷിരാജ് സിംഗ് എഴുതിയ ഒരു ബുക്കുണ്ട് വൈകും മുമ്പേ. ആ ബുക്ക് ഋഷിരാജ് സിംഗ് സാറ് ഗിരീഷ് സാറിന് ഹാൻഡ് ഓവർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും.
management, faculty and students, I am very privileged to accept this book, and I will see to it, sir, that a copy of this book is made available in all the libraries in this campus. ഇത് എക്സൈസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിനുശേഷവും ഇതുവരെ 1600 സ്കൂളുകൾ, കോളേജുകളിൽ, മറ്റ് സ്ഥലങ്ങളിൽ പോയി കുട്ടികളോട് സംസാരിച്ച ശേഷം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ പാരൻസ്, ടീച്ചേഴ്സ്, PTA-കാരോട് സംസാരിച്ച ശേഷമുള്ള ആ അനുഭവങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് ഇത് കുട്ടികൾ കഴിക്കുന്നു, എങ്ങനെ നമുക്ക് അവർക്ക് പിന്തിരിപ്പിക്കാൻ പറ്റും, അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. താങ്ക് യു. ബഹുമാന്യനും ആദരണീയനുമായ ഋഷാജ് സിംഗ് അവർകളെ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു വേദിയിൽ പ്രത്യേകിച്ച് ഋഷിരാജ് സിംഗ് സാർ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തൊരു വേദിയിൽ ഏതാനും വാക്കുകൾ പറയാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മൾ അറിയപ്പെടുന്ന മാതിരിയുള്ള റിട്ടയർഡ് DGP എന്നുള്ളതിലുപരി അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഞാൻ. അദ്ദേഹം 2016 കോഴിക്കോട് കമ്മീഷണറായിരിക്കുമ്പോൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവായ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ വീട്ടിലടക്കം വരികയും അത്ര ജനകീയത പുലർത്തിയ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രൂപത്തിൽ ഞാൻ അദ്ദേഹത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായി. അദ്ദേഹത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷനിൽ മാത്രമല്ല, എല്ലാ ജനകീയ രംഗങ്ങളിലും അദ്ദേഹം ഏത് കാര്യങ്ങളിൽ അദ്ദേഹത്തെ നിയമിതനായോ അതിലൊക്കെ തന്നെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച് അതിനെ ശോഭനമാക്കിയ ചരിത്രമാണ് നമുക്ക് കേരളക്കാർക്കുള്ളത്. എൻ്റെ ഒരു എളിയ നിർദ്ദേശം, ലഹരിമുക്ത കേരളം എന്നുള്ള ആ ക്യാമ്പയിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി കേരള സർക്കാർ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ നാം എല്ലാ ജനതയും അദ്ദേഹത്തിനെ നിയമിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരവും. നമ്മുടെ MES ഞാനല്ല തീരുമാനിക്കേണ്ടത്, നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റും ഇവിടുത്തെ ഡയറക്ടറും പിന്നെ ട്രഷററായ കുഞ്ഞിമൊയ്തീനും നമ്മുടെ എൻ്റെ സുഹൃത്ത് കടവനാട് മുഹമ്മദ് സാറും കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അവരതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം അതിന് എന്തുകൊണ്ടും യോജിച്ചൊരു വ്യക്തിയാണെന്ന് നമുക്കേവർക്കും മനസ്സിലാവും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. Dr. Hamid Fasal, Deputy Medical Superintendent, MES Medical College, for the felicitation. Respected members of Administration of Dental College, Treasurer Kunjimuddin sir, VK Jamal sir, Hospital Construction Committee Chairman. First of all, congrats to the dental team for organizing this program and selecting a very apt chief guest, because most of the times I understand the new generation only likes filmy chief guests also. But sir has brought a lot of insight, because for example, I did not know that you are getting MDMA as a topping for pizza these days. I think that is new information for all of us. But this is something that we take very seriously, and we are working with the police department. And I'm sorry if I have to share some hard truths here also. Recently, we had a visit from one of our CI and SIs of Perinthalmanna, where he had seized 200 grams of MDMA headed towards Medical College and Dental College campus for consumption. Courier പിടിച്ചെന്നാണ് പറയുന്നത്, 200 grams of MDMA. And there is even instances where dental college students have been involved in breaking into houses also, which he has complained. I will not go into those matters, but we take it very seriously, because we understand that, I at least understand, because I am from your generation. I am not from the senior generation which is sitting here. The message that I would like to deliver is, every generation has its own faults. Our grandfathers
We saw in 30 years, all of them, almost 40% developed lung cancer due to smoking. That was their addiction. It took 30 years to come out. Then our father's generation, in 10 years, alcohol abuse was the biggest problem that Kerala faced. But here the sad thing is, you will not have to wait 10 or 20 years to see the effects of drugs coming onto your generation. ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടു കാണും ഒരു വീഡിയോ, നെയ്മാർ എന്ന് പറഞ്ഞെടുത്ത് ചാടുന്നത് ബസ്സിലേക്ക്. ഒരു മനുഷ്യനത് ചെയ്യാൻ പറ്റൂല unless he is under the influence of something that is greater than his brain. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, ഇപ്പം നിങ്ങളെല്ലാം ജെൻ സി എന്നാണ് നിങ്ങൾ വിളിക്കുന്നല്ലേ. യു കോൾ യു സെൽഫ്, ഐ തിങ്ക് ദ ജനറേഷൻ ദറ്റ് ഇസ് റിഫേർഡ് ടു, അറ്റ്ലീസ്റ്റ് സ്റ്റഡിങ് ഹിയർ, DDS ഇസ് റിഫേർഡ് ടു as ജെൻ സി. ഈ ജെൻ സിക്കാരുടെ വലിയ ദ സോ കോൾഡ് ജെൻ എക്സ്, ഐ കം ഫ്രം ജെൻ എക്സ്. ജെൻ എക്സിൻ്റെ വലിയ ഫാക്ടർ എന്താണെന്നറിയോ? വി യൂസ് ടു ക്വസ്റ്റ്യൻ എവറിത്തിങ് എന്നായിരുന്നു. ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എവറിത്തിങ് എന്നാണ് നമ്മുടെ ജെൻ എക്സിന് മെയിൻ തിങ്. യൂസ് ടു ക്വസ്റ്റ്യൻ വൈ, വാട്ട് യു ആർ ഡൂയിങ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ്. വി വർ ദ ക്യൂരിയസ് ജനറേഷൻ. Gen Z is the generation which does not listen to their parents. It's what I understand. They take independent decisions. They do not listen to their parents because they are already decision makers. By the time they turn 18 or 12 or 10 or whatever, it depends on the generation. അപ്പോൾ ഞാൻ ആകെ ചോദ്യം ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. The generation which does not listen to their parents is now being controlled by a 3 centimeter drug. You are now host, you are a slave to the 3 centimeter drug which is manufactured by your own generation, sometimes even peddled. Sir പറഞ്ഞ പോലെ തന്നെ, see, I will not blame the entire generation for this. One of the studies that came out recently was that what is the lead to spike in drugs, not just in India but all over the world, is that the generation, the present young generation does not see a bright future എന്ന് പറഞ്ഞത്. It's true actually, അല്ലേ? You're studying for BDS. You know the saturation that's happening here. നമ്മൾ കേൾക്കാറുണ്ട് the salaries that have been offered. How was our generation going to buy a house with that salary? Can we even buy a vehicle with that salary? So looking at the root of the problem also must be there. See, we can listen to a lot of classes where people advise us on how it is bad for us, but sometimes the root of the problem also has to be solved. The root of the problem is that we do not see other routes to happiness. And that is why in the campus we have decided to rectify that first thing. നിങ്ങൾക്ക് വേണ്ട എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഇവിടെ തന്നെ ഒരുക്കി തരാം. ഡു നോട്ട് സീക്ക് എൻ്റർടൈൻമെൻറ്റ് ഔട്ട്സൈഡ്. സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ്, വേൾഡ് കപ്പ് വരുന്നതുകൊണ്ട് വി ആർ നൗ ബിൽഡിങ് ഒരു മിനി സ്റ്റേഡിയം ഇൻ ദ ബാസ്കറ്റ്ബോൾ സൈഡ് ഫോർ വ്യൂയിങ് വേൾഡ് കപ്പ് ഗെയിംസ്. കംപ്ലീറ്റ് colleges will be involved. BDS is, we see BDS as a part of our college, not as a second college or a secondary college. We are MES, Academy of Medical Sciences. അപ്പം the concept is that you will all participate. ഓരോ ടീംസിനെ നിങ്ങൾക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യും. You will have a football festival happening there. ഫുഡ് കോർട്ട് നടക്കുന്നുണ്ടാവും, പോപ്കോണും കോട്ടൺ ക്യാൻഡി. It's a month-long festival. This is the first step towards making this campus very student-friendly, because we believe that you should not seek entertainment anywhere else. And we are now reached a position where we don't even mind romance because that is better than getting addicted to a drug, because a girl may leave you within 1 year but the drug will never leave you. So we don't even mind romance at this stage, because this is the concept that has come to her. See, you will understand that the only thing that you will get addicted to is the drug. You will not get addicted to your studies. You will not get addicted to your music. The only thing this generation gets addicted to is that chemical formula that is there. I am astonished at the risk-taking that is involved in this. Because I had a town hall with MBBS students where we wanted to gauge students' concept of how the campus should be. I don't know whether you want the town hall. So it is a very open event where people are asked to encourage. So I asked them one thing. I don't believe in the fact that there is no drug abusers sitting among us. I am pretty sure there are some drug abusers sitting among us. It is called wolf in sheep's clothing എന്ന് പറയും. ഇതേ പറയുന്ന ആളിനെ നോ ഡ്രഗ്സ് ബാജ് വെച്ച് കുത്തി അടക്കുകയും ചെയ്യും. So what I have encouraged the MBBS students is, please rat out on your classmates. Because you don't understand, all habits are picked up during college days.
make no mistake, all lifelong habits are picked up during college days, and there is no going back. And as a person who runs this campus, we believe in making sure that your college days are the most ideal and the most beautiful and most beneficial for your life. You should not look back 20 years later and say that I picked up this habit during my MES days. This at least we vow and pledge to do. So the one question that I asked is like, "Onnu try nokkikude." This is the favorite line of a habitual drug user. Onnu try nokkikude. Can I ask you one question? Somebody came and told you, "Onnu suicide try nokkikude." Would you try it? Onnu chaadi nokku. Would you try it? Drug abuse is equivalent to suicide. Make no mistake. Because other than alcohol and smoking or whatever, one-time use sometimes can lead to addiction. It's that serious. അപ്പോൾ ഒന്ന് ട്രൈ നോക്കിയിട്ടെന്ന് പറയുന്ന മാറ്റി രണ്ടെണ്ണം ഒന്ന് കൊടുക്കുക. That is my advice to you. I am going to be very candid and I'm going to speak in your language. Because ഞാൻ പറഞ്ഞ പോലെ തന്നെ I do not want to grow up with the generation of drug addicts. Because it is not easy to get work done when somebody believes they are Neymar jumping at an Argentina bus. Okay? So this is very serious, and regarding things that sir has already talked with, the de-addiction center, MES was actually one of the first colleges to run a de-addiction center. I don't know many of you know this. COVID കാലഘട്ടത്ത് de-addiction ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. So we ran a de-addiction center in a nursing college. We ran it for one month or something. അവിടെ നല്ല ആൽക്കോളിക്സ് ഒക്കെ നമ്മൾ താമസിപ്പിച്ചിട്ടുണ്ട്. None of you knew about it. But running a de-addiction center is very tough. It requires, like I said, a lot of investment. But it is something we may have to look to. Now, coming to the state, another thing that I told my MBBS student was, see, if the state government is taking it this seriously, which means it has already got out of hand. Punjab is one excellent example for that. India's best farmers, best industrialists, best soldiers came from Punjab, and the next generation has been totally destroyed by drugs. We are supposed to be the intellectual population of India, the California of India ennu parayna state aanu Kerala. Imagine our next generation being totally destroyed. Opportunities are already less. You need a sharp brain to even get somewhere in life these days. Pinnana you lose years to drugs, because 2-3 years you may consume drugs, another 7 years of therapy. It takes 7 years to come out of drug rehab. I have seniors who have gone through drug rehab. I have my own classmates who use cannabis. I'm going to be very candid with you. Our cake undakum, chai undakum. But next step I see them taking, because it's a gateway drug. Cannabis is it's a healthy concept. No, it's a gateway drug. It is true. Because the brain is very simple. നിങ്ങൾ എന്തെങ്കിലും സാധനം ചെയ്താൽ അടുത്ത നെക്സ്റ്റ് സീക്കും. Once you have a motorbike, the next purchase you want to make is a car. Because that's how the brain thinks. It wants the next step in life. Similarly, once you get utilized to any form of drug, you go for the next step, and then it is a life of hell. Valra clear on. So I am very happy that the dental college has taken up this initiative, and we brought a chief guest who you can actually relate to and listen to also, because we all call him Super Cop. He is the Super Cop of Kerala, and he is actually one of the reasons why another big killer in the state is reduced. That is road traffic accidents. We know one of our own, college one of our own died recently. There was another person in BDS who died during my time. Road traffic accidents are again another killer of youngsters. So please don't throw away your life. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള സ്ഥലമാണ്. You should live to at least that target. Don't throw away life. There's another video also of a boy stabbing their mother and father. See, we think that it will not going to happen to us. Any control ഉണ്ട്. I am telling you under no stress that if you take a drug, even if you're the most strongest individual, you will get influenced. Because it acts directly on your brain. It's nothing like else. Alcohol acts on your GIT system. Smoking acts on your lungs or whatever. And sometimes, yes, nicotine does act on your brain, but still, the drug means basically bypassing everything and going straight to the brain. ഒരു വേൾഡ് കപ്പ് ജയിച്ചതിൻ്റെ സന്തോഷമാണ് ഒരു ഡ്രഗ്സ് അടിച്ചാൽ കിട്ടുന്നത് പറയുന്നത്. So imagine
you being able to withdraw from that. It's impossible. So the first step is not taking any step. The moment you hear drugs, the moment you hear any classmate consume drugs, inform us. We will not punish them, but we will rehabilitate them. Inform us immediately. If it's happening in your hostels, if it's happening when you're staying outside. Puthanangadiyil, there are a lot of cases where the police are catching you wearing uniforms. It is even more sad for us. So please inform us, take this very seriously, and to the wolves in sheep clothing, it's time to become a sheep once again. All the best, and I hope to see you all for the football extravaganza. And I invite the Union of Dental College to the union meeting which is happening today in Medical College, so that we can also include you in our programs. Thank you so much. Thank you, sir. Now I invite Dr. Samir KM, Vice Principal, MES Dental College, for vote of thanks. Honorable dignitaries on and off the dais, my dear colleagues, interns and students, it's my privilege to have been asked to deliver the vote of thanks. First and foremost, I would like to thank our Chief Guest of the day, Mr. Rishi Raj Singh I.P.S, Retired Director General of Police, for accepting our invitation in short notice and delivering the inaugural address. We extend our deep sense of appreciation and gratitude. I may express my thanks to Mr. Konjumadin sir, Convener, MES Dental College, and Treasurer, Muslim Educational Society, for being with us today and also for giving the introductory speech. I sincerely thank Dr. Girish Raj, Dean, MES AMS, for his esteemed presence and also giving his message on this occasion. I also wish to extend our sincere thanks to Dr. V.K. Jamal, Chairman, MES Central Hospital Committee, and Dr. Hamid Fasal, Deputy Medical Superintendent, MES Medical College, for being with us and felicitating the occasion. I wish to thank our Principal, Dr. Abdul Shamim, Dr. Firoz Mohammed, and Dr. Roshan, Deputy Registrars, MES Dental College, for their esteemed presence. Department of Public Health Dentistry deserves a special appreciation for the planning and execution of this event in a short span of time. Once again, thank you one and all for your time and have a great day. Thank you. Thank you, sir. With this, we have come to an end of the program. I thank each and every one of you for your valuable presence. And let's put our hands together to prevent drug abuse in our society. And I would also like to thank our Students' Union, Dhruva Students' Union, for their wonderful posters. All of you, please have a look on these posters.